ഗൈസ്, അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ പുതിയ കാറ് എടുത്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റിങ്ങും കാര്യങ്ങളും കുറവായതുകൊണ്ട് കാറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാർ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരുപാട് പേര് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്തു, നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ ഒരു വളർച്ചയിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ എന്താ, രാവിലെ തന്നെ എഴുന്നേറ്റ് ഈ കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വേറെ ഒന്നിനല്ല, എൻ്റെ കാർ നല്ല വൈബിൽ കാറിൻ്റെ എന്താ പറയുക, ഭയങ്കര രസമുണ്ട് കാറ് കാണാൻ. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർ എടുക്കാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ നാളായിട്ടൊരു കാർ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാൻഡ് ആദ്യം എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളെ കുറിച്ച് പഠിച്ച്, അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ഇപ്പോൾ EMI കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ഒരു ഫ്രഷ് കാർ എടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കിയയിലേക്ക് എത്തിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജിക്കു. അവനൊരു പ്രൊമോഷൻ വർക്കിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ അവനോട് ഞാൻ ജസ്റ്റ് എടാ നിനക്ക് കാറിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് നല്ല ഐഡിയ ഉണ്ട്. എടാ വാടാ പോടാ, ജിക്കുവിനല്ല കേട്ടോ, വേറെ ഒരു പട്ടി ഇതിലെ കൂടെ പോയതാ. അപ്പോൾ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിയ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു. എനിക്ക് ആ കിയയുടെ ഒരു സ്റ്റൈലാണ്, റൈറ്റിംഗ് സ്റ്റൈലും പിന്നെ ഒരു കാണാൻ ഭയങ്കര നല്ലൊരു ക്യൂട്ട് ലുക്കും, അതുപോലെ തന്നെ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ് കിയ. അപ്പോൾ അങ്ങനെ ജിക്കു പറഞ്ഞിട്ട് ഞാൻ കിയയുടെ ഷോറൂമിൽ പോയി. അപ്പോൾ സോണറ്റ് അല്ലെങ്കിൽ സെൽട്ടോസ് നോക്കാനാണ് പോയത്. പക്ഷേ അവിടെ ഈ ഒരു മുതലിങ്ങനെ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ആദ്യം ഇതിൻ്റെ റേറ്റ് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു 20 ലാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് സോണറ്റ് തന്നെ നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ സോണറ്റ് ഇങ്ങനെ നോക്കി, സോണറ്റിനെ കുറിച്ച് പഠിച്ച് ഒരു ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്ത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നപ്പോൾ വേറൊരു സെയിൽസ്മാൻ്റെ അടുത്ത് ചുമ്മാ ഈ കാരണം ഒന്നുകൂടി കണ്ടപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്ന് ചുമ്മാ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 13 ലാക്കാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആദ്യം കണ്ടത് ഫുൾ ടോപ്പ് ഫോമാണ്, ഏറ്റവും ടോപ്പ് മോഡലായിരുന്നു കണ്ടത്, അതിനാണ് 20 ലാക്ക് വരുന്നത്. അപ്പോൾ ഇതിന് ബേസ് മോഡലിന് 30.6 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഞാൻ വേഗം ഈ ഒരു കാറിലേക്ക് ചാടി ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കി. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഷേപ്പ്, ഒരു മിനി ഡിഫൻഡർ ഷേപ്പ് കണ്ടുകൊണ്ടാണ് എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയത്. ഞാൻ ഓടിച്ചിരിക്കുന്ന കാറുകളൊക്കെ ഓൾമോസ്റ്റ് സെഡാൻ ടൈപ്പ് കാറാണ്. പക്ഷേ ജീപ്പ് മോഡൽ, ഡിഫൻഡർ മോഡൽ, ഇങ്ങനത്തെ വണ്ടികളോട് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഈ ഒരു വണ്ടി കണ്ടപ്പോൾ ഇത് തന്നെ മതി എന്ന് ഉറപ്പാക്കാനുള്ളൊരു തീരുമാനം വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് വണ്ടി കാണണ്ടേ, ഇതിൻ്റെ ഫീച്ചേഴ്സ് കാണണ്ടേ, ഇതിൻ്റെ റിവ്യൂ അറിയണ്ടേ. ഹാബോ അപ്പോൾ ഇതാട്ടോ കുമ്പളങ്ങ. ഞാൻ കുമ്പളങ്ങിയിലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കുമ്പളങ്ങ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. എൻ്റെ 2-3 വ്ളോഗിലെല്ലാം ഞാൻ ഈ കുമ്പളങ്ങിയിൽ വന്നിട്ട് ബൈക്ക് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാർ എടുത്ത സ്ഥിതിക്ക് നമ്മളിവിടെ വരണമല്ലോ, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നല്ല വഴിയാട്ടോ, ഇതിലൊക്കെ രാവിലെയും വൈകുന്നേരങ്ങളിലും ട്രാവൽ ചെയ്ത് അടിപൊളിയായിരിക്കും. ഗൈസ്, ഞാൻ ഇപ്പോൾ ചിരിച്ചോണ്ടിരിക്കണമെന്ന് അറിയോ, എൻ്റെ കൂടെ ജിക്കു ഉണ്ട് കേട്ടോ. അവനാണ് എനിക്ക് ഈ കാറും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ വന്നത്. അപ്പോൾ അവൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തിട്ട് എടുക്കടാ, ഇവ കട്ട് ചെയ്താളെ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് കിട്ടിയോ ഉണ്ടാവും. അപ്പോൾ അവനിങ്ങനെ എനിക്ക് ഓരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാറ് കാണണ്ടേ? കമോൺ ഗൈസ്, ദിസ് ഈസ് മൈ ന്യൂ മിനി ഡിഫൻഡർ ഒന്നല്ല കേട്ടോ, കിയ ആണ്, കിയ സിറോസ് ആണ് എൻ്റെ വണ്ടി. എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലൂ. അപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിക്കാം. കം ഓൺ ഗൈസ്. ഓഫ് റോഡ് ആണെന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും ഓഫ് റോഡൊക്കെ പോയാലും ജീപ്പിലൊക്കെ ഇരിക്കുന്ന ഫീലില്ലേ, ജീപ്പിലൊക്കെ പോകുന്നതിൻ്റെ ഫീൽ കിട്ടും ഗൈസ്. നമ്മളിപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് കയറാം, ഭയങ്കര സൗണ്ട്. അവിടെ നിന്നപ്പോൾ വണ്ടികളൊക്കെ ഒരുപാട് പോകുന്ന കാരണം ഭയങ്കര സൗണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഉള്ളിലേക്ക് ഒരു വഴി കയറിയേക്കാം. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരാട്ടോ, ഷൂട്ട് ചെയ്യാനൊക്കെ, അതായത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിഡിലൻ സ്പോട്ടാണ് കുമ്പളങ്ങി. ഒരുപാട് കപ്പിൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നടക്കാറുണ്ട്. പിന്നെ ബൈക്കും അതുപോലെ ഈ പുതിയ കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും ഗൈസ്.
രാവിലെ ഉറക്കത്തിന് നിന്നിട്ടായിരുന്നു സൗണ്ടൊക്കെ ഇങ്ങനെ ശരിയായി വരുന്നേ. ഇവിടെ നിർത്താല്ലേ നമുക്ക്? ഇങ്ങനെ കയറ്റി നിർത്തണം. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടാലോ. കൊച്ചിയിൽ 2 ദിവസമായിട്ട് നല്ല മഴ ആയത് കാരണം നല്ലപോലെ മഴയും കൊണ്ടിട്ടുണ്ട്. പിന്നെ അകത്ത് അത്യാവശ്യം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളത് ക്ഷമിക്കണം വണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടേക്കാണെങ്കിലും അത്യാവശ്യം കുറച്ച് മഴ പെയ്തതിൻ്റെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്കൊന്ന് കയറിയാലോ. ഈ ചെറുക്കൻ്റെ പേര് പറയുമ്പോൾ അപ്പോൾ വീഡിയോ കട്ട് ചെയ്യാനാണ് കഴിച്ചത്. എന്ത് കഷ്ടമാണ്. അപ്പോൾ അവൻ പറഞ്ഞു അകത്ത് കാണിക്കേണ്ട, ആദ്യം എക്സ്റ്റീരിയർ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാമെന്ന്. പിന്നെ എനിക്കിതിൻ്റെ എന്താ പറയുക വണ്ടികളെക്കുറിച്ച് എനിക്ക് വലിയ നോളജോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ പേരുകളൊന്നും പറയാൻ അറിയില്ല. പക്ഷേ ഈ ഹെഡ്ലൈറ്റ് വരുന്നത് ഐസ് ക്യൂബ് ഹലോജൻ ഹെഡ്ലൈറ്റാണ്. ഇത് കുറച്ചും കൂടി പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹെഡ്ലൈറ്റാണ്. ഡിഫൻഡറിലും സിമിലർ കൈൻഡ് ഓഫ് ഹെഡ്ലൈറ്റ് ആട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രില്ലും ഏകദേശം ആ ഒരു മോഡൽ തന്നെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് ഈ ബ്ലൂ കളർ, ഫ്രോസ്റ്റ് ബ്ലൂ കളറാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻഡറിന് ഇതുപോലത്തെ കളർ ഉണ്ട് ഗൈസ്. പിന്നെ ബ്ലൂ ഇസ് മൈ ഫേവറേറ്റ് അറിയാമല്ലോ. പിന്നെ മിററിൽ തന്നെ ഹെഡ് ലാംപ്സ് അല്ലല്ല സൈഡ് ലാംപ്സ് അതല്ല മിററിൽ തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ഇൻഡിക്കേറ്റേഴ്സ് മൗണ്ടഡ് ആണ് സംഭവം. പിന്നെ നമ്മൾ എക്സ്ട്രാ മറ്റേ ഈ ഡോറിൻ്റെ എൻഡിലൊക്കെ ഇതിൻ്റെ എന്താ പറയുക അടിച്ചു കൊള്ളാതിരിക്കാനുള്ള ഇതിനെന്താ പറയണേ ഗാർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെയിൻ ഗാർഡൊക്കെ സെറ്റ് ചെയ്ത് ഗൈസ്. പിന്നെ വീലൊരു ഡയമണ്ട് ഷേപ്പാണ് ഇതിൻ്റെ. ഡയമണ്ട് അലോയി ആണ് ഇതിനെ പറയുന്നത്. ചെളിയാണ്, നിങ്ങൾ ചെളിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മൾ ഷാർക്ക് ആൻറ്റീനയാണ് വരുന്നത് കേട്ടോ. നീ വീഴരുത്, ബാക്കിൽ പോയി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മറ്റേ ബാക്കിലെ വൈപ്പറൊന്നും ഇട്ടിട്ടൊന്നുമില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ ഇതിനെ നമ്മൾ ലുക്ക് കളയുന്നത്, അതുകൊണ്ട് അതൊന്നും സെറ്റാക്കിയിട്ടില്ല. വണ്ടി നമ്പറൊക്കെ കിട്ടി, സംഭവം ഉഷാറാണ്. പിന്നെ എന്താ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഏരിയയിൽ ഇത് ഏതാണ്? ടെസ്ലയിലേക്കാണ് കണ്ടേക്കുന്നത്. ഈ മോഡൽ കുറച്ച് ഇപ്പോൾ എൻ്റെ വീട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നു, ഈവൻ എനിക്കും അറിയില്ലായിരുന്നു ആദ്യം ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യണേന്ന്. ഇതിവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കണം, ഇങ്ങനെയാണ് ഇത് ഓപ്പൺ വരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇനി കാണാനുള്ളവർ കയറാനുള്ളവരൊക്കെ നോക്കിക്കോ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക, ഓപ്പൺ ആക്കുക. ഓക്കെ, യെസ്. ബാക്ക് കട്ടിങ്ങിൽ എന്താ പറയണ്ടേ എനിക്കറിയില്ല. കട്ട് ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞോ. ഇതെങ്ങനെയാണ്? ഇത് കേർവ്സ് ഉണ്ട്. കൈൻഡ് ഓഫ് ഇത് തന്നെ ഡിഫൻഡർ തന്നെയാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തേക്കണെന്ന് അറിയോ, ഒരു ജീപ്പിൻ്റെ ഡിഫൻഡർ മിക്സ് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഈ ഒരു സിറോസ് വണ്ടി വരുന്നത്. ടെയിൽ ലാമ്പ് ഇതാണോ? ബ്രേക്ക് ലൈറ്റ്. ഇത് ബ്രേക്ക് ലൈറ്റ് ഇവിടെ വരില്ലേ ബ്രേക്ക് ലൈറ്റ്? രണ്ടും വരും. അതാണ് ഞാൻ താഴെ ആദ്യം നോക്കിയത്. എനിക്കറിയാം കേട്ടോ. അപ്പോൾ ടെയിൽ ലാമ്പാണ് വരുന്നത്, ലൈറ്റൊക്കെ. പിന്നെ എന്താ പറയുക, എല്ലാം കൊണ്ട് കൊള്ളം കൈ. സംഭവം അടിപൊളിയാണ്, സംഭവം ഉഷാറാണ്. ഓടിക്കുമ്പോൾ വളരെ സ്മൂത്താട്ടോ, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. നല്ല സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ റഫ് റോഡിൽ കൂടി പോയാലും വലിയ നമുക്ക് ഒരു ചാട്ടം കുലുക്കം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ഡൗൺ ക്ലിയറൻസ് അതെന്താന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഡൗൺ ക്ലിയറൻസ് ഒക്കെ നല്ലതാണ്. ഇനി ഓരോ ടേംസ് ഇങ്ങനെ പഠിച്ചു വരും. ഞാനിപ്പോൾ ഈ വണ്ടി എടുക്കുന്ന സമയത്താണ് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് എല്ലാം പഠിച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ലേ. ആ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയാണ് എല്ലാവരും പഠിക്കുക. കിയ ഗ്യാരണ്ടി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 5 year ആണ് ഗ്യാരണ്ടി. അതായത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും എഞ്ചിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ പാർട്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ആയാലും കുഴപ്പമില്ല, 5 years നമുക്ക് ഫ്രീ ആയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. റീപ്ലേസ്മെൻറ്റും എല്ലാം കിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിയയിൽ വലിയൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
പിന്നെ എന്താ അവരുടെ സർവീസ് ഭയങ്കര നല്ലതായിരുന്നു. നമ്മൾ ചെന്നപ്പം മുതൽ നമ്മൾ ഈ വണ്ടി ഇറക്കുന്നത് വരെയുള്ള അവരുടെ ഫോളോ അപ്പ് ആണെങ്കിലും ശരി, നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മുടെ ടൈമിനനുസരിച്ച് അവർ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവരുന്നു. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതുകൂടാതെ കിയ ഷോറൂമിൽ നമ്മൾ കൊണ്ടുപോയി വണ്ടി കൊടുക്കണം എന്നില്ല. നമ്മൾ കസ്റ്റമർ കെയറിൽ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വന്ന് നമ്മുടെ വണ്ടി കൊണ്ടുപോയി സർവീസ് ചെയ്യുന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പിക്ക് ആൻഡ് ഡ്രോപ്പ് എല്ലാ സൗകര്യങ്ങളും അവർ തന്നെ ചെയ്തു തരും. അപ്പോൾ എന്താ ഇനി കൂടുതൽ. അപ്പോൾ ഈ ഡൗൺ ക്ലിയറൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ എത്ര നമ്മൾ കുറച്ച് ഏത് ഇതിന് പോയാലും, എത്ര ഫ്ലാറ്റ് സർഫസിലാണെങ്കിലും ഹൈറ്റിൽ പോയാലും അടിച്ചുകൊള്ളൂല താഴെ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. മറ്റേത് നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു ഹമ്പ് ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ അളിയൻ്റെ കാർ എടുത്തിട്ട് ഒരു കയറ്റൊക്കെ കയറി കഴിഞ്ഞാൽ അടിച്ചു കൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഡൗൺ ക്ലിയറൻസ് ഒക്കെ അടിപൊളിയാണ്, നൈസാണ്. പിന്നെ ഇനി നമുക്കിതിൻ്റെ അകത്ത് കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ്. കമോൺ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ക്ഷമിക്കണം, കാരണം ചെളി കുറച്ചായിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമ്മുടെ മെയിൻ എന്താ പറയുക, ഇൻറ്റീരിയർ. ഇനി ഞാൻ വണ്ടി ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ കയറിക്കോട്ടെ? ഓക്കെ. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങളും സാധാരണ കാർ പോലെ തന്നെയാണ്. ഞാൻ ഡീസലിൻ്റെ ആട്ടോ എടുത്തിരിക്കുന്നത്, കാരണം എനിക്ക് കുറച്ചധികം ഓട്ടോ ഉള്ളത് കൊണ്ട് ഡീസലിൻ്റെ ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ് മറ്റേ മ്യൂസിക്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിങ് വരുന്നത് സ്പോർട്സ് പവർ സ്റ്റിയറിങ്, അങ്ങനെ എന്തൊക്കെയാണ് ഇതിന് പറയുന്നത്. പവർ സ്റ്റിയറിങ് ആണ്. പവർ സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഒരു സ്പോർട്സിൻ്റെ എന്തോ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് സ്റ്റിയറിങ്ങിൻ്റെ സോഫ്റ്റ് ആണ്. പിന്നെ കുറച്ചും കൂടി ലുക്കാണ്, കാണാനൊരു ലുക്കും ഉണ്ട്. പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഭയങ്കര സുഖമാണ്, ഭയങ്കര എളുപ്പമാണ്. ടെലിസ്കോപ്പിക്, യെസ്, ടേംസ് ഒക്കെ ആവാൻ തന്നെ പറ്റുന്നുണ്ട്. അത് ശരിയാണ് കേട്ടോ. സീറ്റ് നമുക്ക് പൊക്കിയും താത്തൊക്കെ ചെയ്യാം. ഇപ്പോൾ അല്ല സീറ്റല്ല, സ്റ്റിയറിങ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ തന്നെയാണ്. യെസ്. അപ്പോൾ ഇതിൽ മീഡിയ ഫീച്ചേഴ്സ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, സാധാരണ കാറുകളിലുള്ള പോലെ തന്നെ. പിന്നെ ടച്ച് ഓഫ് കോഴ്സ് പിന്നെ നമുക്ക് USB കണക്ട് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഫോണിൻ്റെ എങ്ങനെയാണോ വരുന്നത്, ഫോണ് കംപ്ലീറ്റ്ലി നമുക്ക് സ്ക്രീൻ ഇതിലേക്ക് തന്നെ കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് യെസ്, സ്ക്രീൻ മിററിങ്. നമുക്ക് മാപ്പ് ആണെങ്കിലും ശരി, കോൾ ചെയ്യാനാണെങ്കിലും ശരി, എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ ഉണ്ട്. ഈവൻ നമ്മുടെ വാട്സപ്പ് മെസ്സേജസ് വരെ നമുക്ക് ഇത് വായിച്ചു തരുന്നുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഇതിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കോൾ ചെയ്യാനും മോഡ് മാറ്റാനും സൗണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ കൂടാതെ നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസിസ്റ്റൻസ് കിട്ടും. ഹലോ, ഹൗ ആർ യു? അപ്പോൾ എനിക്ക് റിപ്ലൈ വരും. യെസ്. പിന്നെ പുള്ളിക്കാരനായിട്ട് സംസാരിച്ച് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ആപ്പിളിൻ്റെ സിറി ആണെങ്കിലും ശരി, ഗൂഗിൾ ആണെങ്കിലും ശരി, നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്തോളും. ഇപ്പോൾ കോൾ ചെയ്യാനൊക്കെ ആണെങ്കിൽ അവർ തനിയെ കോൾ ചെയ്തോളും. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ നോർമൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഫാനും എല്ലാം എവറിത്തിങ് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ബാക്കി ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇത് സെപ്പറേറ്റ് ചാർജിങ് പോയിൻ്റ് ആണ്. ഇവിടെ നമുക്ക് എന്താ പറയുക, എല്ലാ സി ടൈപ്പാണ്, പുതിയതെല്ലാം സി ടൈപ്പാണ്. ഇത് നമ്മൾ ഡബിൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാതെ ചാർജിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീന് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എന്താ മാളിൽ ലൈറ്റും കാര്യങ്ങളും. പിന്നെ നോക്ക് സൺറൂഫ്, ഹാഫ് അല്ലേ ഇതിന് പറയുന്നത്, ഹാഫ് സൺറൂഫാണ്. ഇതിൽ മാറ്റ് പോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കല്ല, കൈ കൊണ്ട് നമ്മൾ മാറ്റണം. ഇത് ഇവിടെ സ്വിച്ചാണ്. പോടയിച്ചേ.
യെസ്, ഇവിടുത്തെ സീൻ മോനെ സംഭവം സീനാണ് ഗൈസ്. എൻ്റെ ഇഷാമോനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ ടൈം ഇനി വണ്ടിയിൽ കയറാനാണ് സാധ്യത. പിന്നെ നമുക്ക് ഇവിടെ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ക്യാമറ ഉണ്ട് ഓൾറെഡി. പിന്നെ ഇനിയിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർക്കിൻ്റെ ഈ ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതേ ബാക്കിലെ സ്ക്രീന് ബാക്കിൽ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഓഫ് കോഴ്സ് ഇവിടെ കിലോമീറ്റേഴ്സും അതിൻ്റെ കാര്യങ്ങളും ഫ്യൂവൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ എന്തുട്ടാണ് ഇവിടെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. നമുക്ക് മിററിൻ്റെ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സും ഉണ്ട്. 4 door power window. 4 door power window. യെസ്, ഇങ്ങനെയാണ് ഓരോന്നും നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കിൽ 5 seater ആണ് സംഭവം. ഇനി ഞാൻ ഡിക്കി സ്പേസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. കം ഓൺ ഗൈസ്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ. അതായിരുന്നു എനിക്ക് മെയിൻ വേണ്ടത്. അതായത് സീറ്റിംഗ് അവിടെ ബാക്കിലെ സീറ്റ് ആണെങ്കിലും ശരി, ഡിക്കി ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് കയറിയിരിക്കാല്ലേ, ഞാൻ ഇതുവരെ ഇരുന്നില്ല. അയ്യോ, ട്രിപ്പൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ പിള്ളേരെ ഇതിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് കണ്ട സംഭവം നൈസാണ്. അപ്പോൾ കിഡ്നാപ്പിംഗ് ഒന്നും വേണ്ട, ചെറിയ പാർട്ടിയൊക്കെ വേണമെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്താം കൈസ. സംഭവം സെറ്റാണ്. അപ്പോൾ എൻ്റെ ഇവിടെ കുത്തിക്കൊണ്ട് പ്രായമായി, എന്ത് ചെയ്യാനാ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയ ന്യൂ ബ്രാൻഡഡ് കിയ സിറോസ് മിനി ഡിഫൻഡർ. ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്, മിനി ഡിഫൻഡർ. ഇനി എന്തുട്ടാ ബാക്ക് സീറ്റിൽ കട്ട് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ മാറ്റാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ, അതായത് 5 seater ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇനി സീറ്റിങ്ങും സ്പേസ് ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിൽ. ഇത്രയും നമുക്ക് സ്പേസ് വരുന്നുണ്ട്. അതെ, 6 feetകാർക്കൊക്കെ സിമ്പിളായിട്ട് കാല് വെച്ച് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ വണ്ടി. അപ്പോൾ അവൻ്റെ സ്കില്ല് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഫുൾ വൈഡ് വീഡിയോ എടുക്കാൻ. കട്ടേണ്ട. അപ്പം ഇനി ഇതിലായിരിക്കും എൻ്റെ കറക്കം, ഇതിലായിരിക്കും എൻ്റെ സഞ്ചാരം. അപ്പോൾ ഇനി നമുക്ക് ഇവൻ്റെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും പുതിയ ട്രിപ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് കിയ നമ്മുടെ നെട്ടൂരിലുള്ള ഷോറൂമിൽ നിന്നാണ് ഞാനിത് എടുത്തത്. ആൻഡ് ഓൾസോ പ്രേം സാറാണ് കിയ ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നല്ലൊരു അസിസ്റ്റൻസാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും താങ്ക് യു പ്രേം സാർ. അതുപോലെ തന്നെ ക്ലിൻറ്റൻ ആയിരുന്നു എൻ്റെ ഇതിൻ്റെ എന്താ പറയുക കസ്റ്റമർ അസിസ്റ്റ് ചെയ്തത് ക്ലിൻറ്റൻ ആണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. യെസ് ഗൈസ്, ഡ്രൈവിംഗ് നല്ല എക്സ്പീരിയൻസ്. ഇത് ഓഫ് റോഡ് കേട്ടോ, അതുകൊണ്ടാണ് വണ്ടിയിലൊക്കെ കിടന്ന് കുലുങ്ങുന്നത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഭയങ്കര സ്മൂത്താണ് കേട്ടോ. നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നതാണെങ്കിലും ഹാൻഡ്ലിങ് ആണെങ്കിലും ഗിയർ ചേഞ്ചിങ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്മൂത്താണ്. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഭയങ്കര നമുക്ക് കംഫർട്ടബിളായിട്ട് സീറ്റിംഗ് ആണെങ്കിലൊക്കെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് നല്ല സ്മൂത്തിൽ റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാം. എന്താ പറയുക, പെട്ടെന്നൊരു ബ്രേക്ക് ഇടുന്ന സമയത്താണെങ്കിലും നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആവില്ല. കാരണം സംഭവം പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര സ്മൂത്താണ് എല്ലാ കാര്യങ്ങളും. നന്നായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ സൗണ്ട് സിസ്റ്റം കിഡുവാണ്. സൗണ്ട് സിസ്റ്റം നമുക്ക് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ?
റൈറ്റ് പോവാം. ഓക്കെ, അപ്പോൾ സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ്. നമുക്ക് പല ഭാഗത്തുനിന്നും നമുക്ക് സൗണ്ട് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റത്തിൽ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു റെയിനി മോഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. ഇവിടെ റെയിനി ഡേ, പിന്നെ മൊമെൻറ്റ് ഓഫ് മീഡിയ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് മോഡും കാര്യങ്ങളൊക്കെ ഇവരിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ. നമുക്ക് പീസ്ഫുള്ളി എന്താ പറയുക ഡ്രൈവ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പോവാം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റോഡുകളൊക്കെ ആകുമ്പോൾ നോക്കിക്ക് എന്ത് വൈബാ, സംഭവം വെറുതെ കിട്ടും.